Dear students, in this lecture, we'll be discussing about the ideal gas in a quantum mechanical ensemble. Last class in നമ്മൾ quantum mechanical analog of ensemble theory പറഞ്ഞു. അതുപോലെ തന്നെ quantum statistics of microcanonical ensemble, canonical ensemble and grand canonical ensemble നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇവിടെ നമ്മൾ ഒരു സ്പെഷ്യൽ കേസ് എടുക്കുകയാണ്, ദാറ്റ് ഈസ് ഐഡിയൽ ഗ്യാസ് ഇൻ എ quantum mechanical microcanonical ensemble. ഇത്തരത്തിലുള്ള ഒരു എൻസംബിളിൽ എങ്ങനെയാണ് അതിൻ്റെ തെർമോഡൈനാമിക്സ് പഠിക്കുക എന്നാണ് ഈ ലെക്ചറിൽ നോക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എടുത്ത കാര്യങ്ങൾ ഒരു റിവ്യൂ ആയിട്ട് പറയുകയാണെങ്കിൽ, ക്ലാസിക്കൽ സിസ്റ്റത്തിൻ്റെ കേസിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് പഠിക്കുന്ന സമയത്ത് അതിന് ഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിളായിട്ട് അസ്യൂം ചെയ്യുകയും അതിന് നമുക്ക് മാക്സ്വെൽ ബോൾട്ട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. എന്നാൽ ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തിൻ്റെ കേസിൽ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്ന സമയത്ത് they are treated as indistinguishable particles, and we come across two different kinds of wave function, possible wave functions. One is symmetric wave function, which is obeyed by the Bose-Einstein statistics and the bosons. Okay, the particle which obey this Bose-Einstein statistics are called bosons. And another possibility of wave function is the antisymmetric wave function, which are the wave functions associated with the fermions, and they obey the Fermi-Dirac statistics. Now, ഇവിടെ നമ്മൾ അസ്യൂം ചെയ്തത് there are n non-interacting indistinguishable particles. Okay, quantum mechanical system ആയതുകൊണ്ട് അവിടെ indistinguishable ആണെന്ന് പറഞ്ഞു. They are confined to a space of volume V. They are confined to a space of volume V and having energy E. So, microcanonical ensemble ആയതുകൊണ്ട് N, V, E ഒക്കെ ഫിക്സഡ് ആണ്. എനർജി ക്യാൻ വേരി, ഒരു ചെറിയൊരു ഫ്ലക്ച്വേഷൻ എനർജിയിൽ അലൗഡ് ആണ്. Okay, and let omega be the number of distinct accessible microstates. Okay, അപ്പോൾ ഇതിൻ്റെ നമുക്കറിയാം മൈക്രോ കാനോണിക്കൽ എൻസംബിൾ അതിൻ്റെ മാക്രോ സ്റ്റേറ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒമേഗ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ആക്സസിബിൾ മൈക്രോസ്റ്റേറ്റ്സ് ആണ്. ഓക്കെ, നൗ ഇൻ ദ കേസ് ഓഫ്, അപ്പോൾ നമ്മൾ എടുക്കുന്നത് n നോൺ ഇൻട്രാക്ടിങ് പാർട്ടിക്കിൾസ് ആണ്. ഓക്കെ, അപ്പോൾ അതിന് സിംഗിൾ പാർട്ടിക്കിൾസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സിംഗിൾ പാർട്ടിക്കിൾസിന് energy levels ഉണ്ടായിരിക്കും. Okay, suppose you have lot of particles, n number of particles. ഇതിൽ ഒരു പാർട്ടിക്കിൾ സിംഗിൾ പാർട്ടിക്കിൾ എനർജി ലെവൽ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ഹാവ് ഡിസ്ക്രീറ്റ് എനർജി ലെവൽസ് അല്ലേ. പാർട്ടിക്കിളിനെ ബോക്സ് കൺസിഡർ ചെയ്യുമ്പോൾ സിംഗിൾ പാർട്ടിക്കിൾ ആണ് എടുക്കണമെങ്കിൽ നമുക്ക് അതിനൊരു ഡിഫറെൻറ്റ് എനർജി ലെവൽസ് പോസിബിൾ ആണ്. പക്ഷേ ഫോർ ലാർജ് വോളിയം, നമ്മൾ കൺസിഡർ ചെയ്യുന്ന വോളിയം ലാർജ് ആണെങ്കിൽ ഈ സിംഗിൾ പാർട്ടിക്കിൾ എനർജി ലെവൽസ് എന്ന് പറയുന്നത് വളരെ അടുത്തടുത്തായിരിക്കും സ്പേസ് ചെയ്തിരിക്കുന്നത്. സോ ഓൾമോസ്റ്റ് ദേ ക്യാൻ ബി ട്രീറ്റഡ് ആസ് എ കണ്ടിന്യൂസ് വേരിയബിൾ. എനർജി ലെവൽസ് ആർ വെരി ക്ലോസ് ടു ഈച്ച് അതർ. ഓക്കെ, സോ ഇൻ ദിസ് കേസ് what we do is we divide the energy spectrum into large number of group of levels. അപ്പോൾ ഇത്തരത്തിലുള്ള കേസിൽ എനർജി ലെവൽസിനെ നമ്മൾ ഒരു ഗ്രൂപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഓരോ ഗ്രൂപ്പിനെയും എനർജി സെൽസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ith cell is having GI energy levels. Okay, ഓരോ സെല്ലിലും ഒരുപാട് എനർജി ലെവൽസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ Ni particles will be distributed in the ith cell. അപ്പോൾ നമ്മൾ ലേബൽ ചെയ്യാൻ വേണ്ടിയിട്ട്, സെല്ലിനെ ലേബൽ ചെയ്യാൻ വേണ്ടിയിട്ട്, എനർജി സെല്ലിനെ ലേബൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന നമ്പറാണ്, ഇൻഡെക്സ് ആണ് I എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചർ എടുക്കുകയാണെങ്കിൽ, സോ യു ഹാവ്, ഇതാണ് ഫസ്റ്റത്തെ സെല്ല് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ആവറേജ്, ഇപ്പോൾ ഇവിടെ ഒരുപാട് എനർജി ലെവൽ ഉണ്ട്. ഈ എനർജി ലെവൽസിൻ്റെ ആവറേജ് എനർജിയാണ് എപ്സിലോൺ 1 എന്ന് പറയുന്നത്. അതിൽ ഇതിലുള്ള നമ്പർ ഓഫ് എനർജി ലെവൽസ് ആണ് പറയുന്നത് G1 എന്ന് പറയുന്നത്. ഫസ്റ്റ് സെല്ലിൽ G1 എനർജി ലെവൽസ് ഉണ്ട്, അതിൽ N1 പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് വിചാരിക്കും. അതുപോലെ സെക്കൻഡ് സെല്ലിൽ അതിൻ്റെ ആവറേജ് എനർജി എപ്സിലോൺ 2 ആണ്, അതിൽ G2 എനർജി ലെവൽസ് ഉണ്ട്, G2 എനർജി ലെവൽസ് ഉണ്ട് ആൻഡ് N2 ലെവൽസ് ഉണ്ട്. തേർഡ് സെല്ലിൽ G3 എനർജി ലെവൽസും N3 പാർട്ടിക്കിൾസ് ഉണ്ട്. അതുപോലെ തന്നെ ഫോർത്ത് സെല്ലിൽ G4 എനർജി ലെവൽസ് N4 നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് വിചാരിക്കാം. ഇവിടെ ഒരു അസംഷൻ എടുക്കുന്ന GI എന്ന് പറയുന്നത് വെരി ലാർജ്. ഓക്കെ, ഈ ഓരോ സെല്ലിലുള്ള എനർജി ലെവൽസ് എന്ന് പറയുന്നത് വളരെ ലാർജ് ആണ്. അതുപോലെ തന്നെ എപ്സിലോൺ എന്ന് പറയുന്നത് ആവറേജ് എനർജിയാണ്, ഏതെങ്കിലും ഒരു ലെവലിൻ്റെ എനർജി അല്ല, എല്ലാ ലെവലിൻ്റെയും കൂടി ആവറേജ് എനർജിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത്
നമ്മൾ സമ്മേഷൻ ഓവർ ഓരോ ഈ സെല്ലിലുള്ള എല്ലാ നമ്പേഴ്സും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. അതുപോലെ തന്നെ Ni എപ്സിലോൺ ആയി ഓരോ സെല്ലിൽ ഉള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസും അതുപോലെ തന്നെ അതിന്റെ എനർജിയും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് സം ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ടോട്ടൽ എനർജി ഓഫ് ദ system. Okay, quantum mechanical system. Okay, let omega I be the number of ways in which Ni particle can be arranged in Gi levels. അപ്പോൾ ഇവിടെ ഒരുപാട് എനർജി ലെവൽസ് ഉണ്ട്. സപ്പോസ് യു ഹാവ് ടു പാർട്ടിക്കിൾസ്. ഈ രണ്ട് പാർട്ടിക്കിൾ ഈ ഇത്രയും എനർജി ലെവലിൽ പല രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. ആ അങ്ങനെ അറേഞ്ച് ചെയ്യുന്ന നമ്പറിനാണ് ഒമേഗ ഐ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് ടേക്ക് ടു പാർട്ടിക്കിൾ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ 3 ലെവൽസ്. അതായത് 3 എനർജി ലെവൽ ഉണ്ട്. അതിൽ ടു പാർട്ടിക്കിൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക. ഇത് പലതരത്തിൽ ചെയ്യാം. ഇപ്പോൾ ക്ലാസിക്കൽ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദ പാർട്ടിക്കിൾസ് ആർ ഡിസ്റ്റിങ്വിഷബിൾ, തിരിച്ചറിയാൻ പറ്റുന്ന പാർട്ടിക്കിൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ട് പാർട്ടിക്കിൾ അപ്പർ ലെവലിൽ ആയിട്ട് ഒരു കോൺഫിഗറേഷൻ നമുക്ക് എഴുതാം. അതുപോലെ രണ്ട് പാർട്ടിക്കിൾ സെക്കൻഡ് എനർജി ലെവൽ ആയിട്ട് എഴുതാം. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ രണ്ട് പാർട്ടിക്കിൾ നിൽക്കുന്ന രീതിയിൽ എഴുതാം. അതുപോലെ ഓരോ പാർട്ടിക്കിൾ നിൽക്കുന്ന കേസസ് എഴുതാം. അപ്പൊ ഈ രീതിയിൽ എല്ലാ പോസിബിൾ കോമ്പിനേഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ദ നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് യു ക്യാൻ അറേഞ്ച് ദ ടു പാർട്ടിക്കിൾ ഇൻ 3 എനർജി ലെവൽസ് എന്ന് പറയുന്നത് 3 സ്ക്വയർ ആണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് 9. 9 തരത്തിൽ നമുക്ക് എഴുതാം വെൻ ദ പാർട്ടിക്കിൾസ് ആർ ട്രീറ്റഡ് ഡിസ്റ്റിങ്വിഷബിൾ. ഓക്കെ, ക്ലാസിക്കലി ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ഹാവ് 9 ways in which you can arrange two particles in a 3 energy level. അപ്പോൾ അത് 3 സ്ക്വയർ എന്ന് എഴുതാൻ കാര്യം 3 എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്ത എനർജി ലെവൽസ്, നമ്പർ ഓഫ് എനർജി ലെവൽസ് GI ആണ്. GI അതുപോലെ 2 എന്ന് പറയുന്നത് രണ്ട് പാർട്ടിക്കിളാണ്, GI റൈസ് ടു Ni. അതേസമയം നമ്മൾ പാർട്ടിക്കിളിനെ ഇൻഡിസ്റ്റിങ്വിഷബിൾ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തിലാണ് നമ്മൾ കൺസിഡർ ചെയ്തതെങ്കിൽ രണ്ട് തരത്തിൽ നമുക്ക് ഈ പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്യാം. ഒന്ന് ബോസോൺസ് ആണ്. ബോസോൺസിന്റെ പ്രത്യേകത ആണ് ഒരു എനർജി ലെവലിൽ എത്ര പാർട്ടിക്കിളിനെ വേണമെങ്കിലും അക്കോമഡേറ്റ് ചെയ്യും. എന്നാൽ ഫെർമിയോൺസ് എന്ന് പറയുമ്പോൾ ഒരു എനർജി ലെവലിൽ മോർ ദാൻ 1 പാർട്ടിക്കിൾസ് പോസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ബോസോൺസിന്റെ അറേഞ്ച്മെന്റ് ആണ് നോക്കുന്നതെങ്കിൽ അവിടെ പ്രത്യേകത പാർട്ടിക്കിൾ ഇൻഡിസ്റ്റിങ്വിഷബിൾ ആണ്. അപ്പൊ AB എന്ന് എഴുതാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ ഈ തരത്തിൽ നമുക്ക് രണ്ട് പാർട്ടിക്കിൾ ഓരോ എനർജി ലെവലിൽ, പിന്നെ അപ്പർ ലോവർ അല്ലെങ്കിൽ രണ്ട് പാർട്ടിക്കിൾ വ്യത്യസ്ത എനർജി ലെവലിൽ നിൽക്കുന്ന കേസ് ഒരു 3 എണ്ണം കൂടി എഴുതാം. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വേസ് എന്ന് പറഞ്ഞാൽ 6 എന്ന് വരിക. ഓക്കെ, 6 എങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 + 3 - 1 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ആൻഡ് 3 - 1 ഫാക്ടോറിയൽ. ഓക്കെ, ഇതെല്ലാം പാർട്ടിക്കിളിന്റെ നമ്പറിനെ അതുപോലെ തന്നെ GI അതായത് നമ്പർ ഓഫ് ലെവൽസ് ഇൻ ദ സെല്ലിനെയും വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിനൊരു ജനറൽ ഫോർമുല എന്നുള്ള രീതിയിൽ Ni + GI - 1 ഫാക്ടോറിയൽ എഴുതാം. Ni ഫാക്ടോറിയൽ ഇൻറ്റു GI - 1 ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒരു 2 പാർട്ടിക്കിൾസ് എടുത്തിട്ട് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ അല്ല, ഒരു ജനറൽ ആയിട്ട് you can play with these numbers and can realize this equation. Okay, for more than 2 particles ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ വാലിഡ് ആണെന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, now in the case of fermions നമുക്ക് ഒരു ഒറ്റ പാർട്ടിക്കിൾ ഒരു എനർജി ലെവൽ പറ്റുള്ളൂ. അപ്പോൾ അതിനാകെ മൂന്ന് തരത്തിലുള്ള അറേഞ്ച്മെന്റ് പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിന് 3 തരത്തിലുള്ള അറേഞ്ച്മെന്റ് അതിന്റെ എങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ GI ഫാക്ടോറിയൽ ബൈ Ni ഫാക്ടോറിയൽ J - Ni ഫാക്ടോറിയൽ. ഇവിടെ ഇതിനൊരു പ്രത്യേകതയുണ്ട്. കാര്യം ഫെർമിയോൺസിൽ നമുക്കൊരു രണ്ട് പാർട്ടിക്കിൾ തന്നു കഴിഞ്ഞാൽ ഗിവൺ എനർജി ലെവലിൽ ഈ Ni നമ്പർ ഓഫ് ലെവൽസ് ഫിൽഡ് ആയിരിക്കും, ഫിൽഡ് എനർജി ലെവൽ ആയിരിക്കും. GI - Ni ലെവൽസ് അൺഫിൽഡ് ആയിരിക്കും. അങ്ങനെയാണ് ഈ രണ്ട് ഫാക്ടർ വരുന്നത്. Ni ലെവൽസ് ഫിൽഡും GI - Ni ലെവൽസ് അൺഫിൽഡുമായിട്ടാണ് വരുന്നത്. അപ്പോൾ this is the arrangement of Ni particles in GI level of the ith cell. ith സെല്ലിലുള്ള അറേഞ്ച്മെന്റ് ആണ്. പക്ഷെ അങ്ങനെ ഒരുപാട് സെല്ലുണ്ട്. ഇപ്പം ഏതെങ്കിലും ഒരു സെല്ലിലുള്ള അറേഞ്ച്മെന്റ് ആണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഒരുപാട് സെല്ലുകളുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസും ടോട്ടൽ എനർജി ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ഡിഫറെന്റ് വേസ് അക്രോസ് ദ സെൽ. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് വേസ് അതിനൊരു ഡിസ്ട്രിബ്യൂഷൻ സെറ്റ് ആയിട്ട് നമുക്ക് കാണിക്കാം. ഫോർ എക്സാമ്പിൾ നമുക്ക്
നാല് പാർട്ടിക്കിളും അതിന്റെ ടോട്ടൽ എനർജി 6 ആണെന്ന് വിചാരിക്കാം. ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ 4, ടോട്ടൽ എനർജി 6 എപ്സിലോൺ ആണ്. എനർജി ലെവൽസ് നമുക്ക് 0, എപ്സിലോൺ, 2 എപ്സിലോൺ, 3 എപ്സിലോൺ എന്നാണ് 4 എനർജി ലെവൽസ് ഉള്ളത്. ഓക്കെ, അതായത് ith സെല്ലിൽ 4 എനർജി ലെവൽസ് ആണ് ഉള്ളത് വിചാരിക്കാം. അപ്പം ഡിസ്ട്രിബ്യൂഷൻ സെറ്റ് നമുക്ക് എങ്ങനെ പറയാം? ഏതൊക്കെ തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ സെറ്റ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്? 1 1 1 1, അതായത് എനർജി ലെവൽസ് ഇതിലൊരു പാർട്ടിക്കിൾ, ഇതിലൊരു പാർട്ടിക്കിൾ, ഇതിലൊരു പാർട്ടിക്കിൾ, ഇതിലൊരു പാർട്ടിക്കിൾ, ടോട്ടൽ നമ്പർ 4 ആയി. എനർജി ആഡ് ചെയ്യുമ്പോൾ എപ്സിലോൺ പ്ലസ് 2 എപ്സിലോൺ 3 എപ്സിലോൺ, 3 എപ്സിലോൺ പ്ലസ് 3 എപ്സിലോൺ 6 എപ്സിലോൺ, ടോട്ടൽ 6 എപ്സിലോൺ. ഇങ്ങനെ പലതരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ സെറ്റ് പോസിബിൾ ആണ്. ഓക്കെ, സോ W, capital of W of set Ni, distribution set Ni എന്ന് പറഞ്ഞാൽ number of distinct microstates associated with the distribution set Ni. ഓരോ ഡിസ്ട്രിബ്യൂഷൻ സെറ്റിനും ഉള്ള നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് മൈക്രോസ്റ്റേറ്റ്സ് ആണ് W of Ni എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു പെർട്ടിക്കുലർ മൈക്രോ കനോണിക്കൽ എൻസെമ്പിളിൽ പല ഡിസ്ട്രിബ്യൂഷൻ സെറ്റ് പോസിബിൾ ആയിരിക്കും. ആ ഡിസ്ട്രിബ്യൂഷൻ സെറ്റിന്റെ എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്പർ ഓഫ് ഡിഫറെന്റ് വേസ് ഇൻ വിച്ച് യു ക്യാൻ അറേഞ്ച്, ith സെല്ലിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതിന്റെ എല്ലാ സെല്ലിന്റെയും കൂടി പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് മൈക്രോസ്റ്റേറ്റ്സ് കിട്ടും, കറസ്പോണ്ടിങ് ടു എ ഡിസ്ട്രിബ്യൂഷൻ സെറ്റ്. ഒരു പെർട്ടിക്കുലർ ഡിസ്ട്രിബ്യൂഷൻ സെറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൈക്രോസ്റ്റേറ്റ് കിട്ടും. പക്ഷെ ഇത്തരത്തിൽ ഒരുപാട് മൈക്രോസ്റ്റേറ്റ് ഉണ്ട് അല്ലെ? അപ്പോൾ മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒമേഗ ഐ നമുക്കറിയാം, ഏതാ GI⁻Ni ആണെന്നറിയാം. പക്ഷെ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് മൈക്രോസ്റ്റേറ്റ് അസോസിയേറ്റഡ് വിത്ത് ഡിസ്ട്രിബ്യൂഷൻ സെറ്റ് എന്ന് പറയുമ്പോൾ അവിടെ Ni ഫാക്ടോറിയൽ എന്നുള്ള ടേം കൂടി വരും. അതെങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലാസിക്കലി ഒരു ഡിസ്ട്രിബ്യൂഷൻ സെറ്റ് that can be visualized in n factorial by n1 factorial, n2 factorial, n3 factorial, etc. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഗിബ്സ് കറക്ഷൻ ഫാക്ടർ വരുന്ന സമയത്ത് 1/n ഫാക്ടോറിയൽ കൂടി ഒരു ടേം വരും, അത് ക്യാൻസൽ ചെയ്ത് പോയി 1/n1 ഫാക്ടോറിയൽ, n2 ഫാക്ടോറിയൽ, n3 ഫാക്ടോറിയൽ എന്നുള്ള ഒരു ടേം, കറക്ഷൻ ടേം കൂടി വരും. ആ ടേം ആണ് ഇവിടെ Ni ഫാക്ടോറിയൽ ആയിട്ട് വരുന്നത്. ഓക്കെ, മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ കേസിൽ for a particular distribution set നുള്ള number of distinct microstate ന്റെ expression ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, now ഇതിന് an example, again the same example, we'll take the number of 4 particles and their total energy is 6 epsilon and the energy levels are 0, epsilon, 2 epsilon and 3 epsilon. ഒരു പെർട്ടിക്കുലർ ഡിസ്ട്രിബ്യൂഷൻ സെറ്റ് 0, 3, 0, 1 എന്നുള്ള ഡിസ്ട്രിബ്യൂഷൻ. ഇതിന്റെ മീനിങ് ഫസ്റ്റ് എനർജി ലെവലിൽ 0 പാർട്ടിക്കിൾ, സെക്കൻഡ് എനർജി ലെവലിൽ 3 പാർട്ടിക്കിൾ, തേർഡ് എനർജി ലെവലിൽ 0 പാർട്ടിക്കിൾ ആൻഡ് ഫോർത്ത് എനർജി ലെവലിൽ 1 പാർട്ടിക്കിൾ. ഓക്കെ, അപ്പോൾ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള 3 പാർട്ടിക്കിൾ വേണം സെക്കൻഡ് എനർജി ലെവൽ. ഓക്കെ, 3 ABCD. അപ്പോൾ ഇതിന്റെ ഡിഫറെന്റ് ചോയ്സസ്, ഡിഫറെന്റ് വേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം 4 രീതിയിൽ നമുക്ക് ഇത് അറേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഡിസ്ട്രിബ്യൂഷൻ സെറ്റ്, അപ്പോൾ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ സെറ്റ് 4 രീതിയിൽ നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നത് 4 ഫാക്ടോറിയൽ, അതായത് n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n1 ഫാക്ടോറിയൽ, n2 ഫാക്ടോറിയൽ, n1 ഫാക്ടോറിയൽ, n2 ഫാക്ടോറിയൽ, n3 ഫാക്ടോറിയൽ ആൻഡ് n4 ഫാക്ടോറിയൽ. ഓക്കെ, അതിവിടെ എഴുതി. കിട്ടുന്നത് 4 എന്നാണ്. ഇതിന് ഗിബ്സ് കറക്ഷൻ ഫാക്ടർ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു തരത്തിലുള്ള എക്സ്പ്രഷൻ കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഡിനോമിനേറ്ററിൽ Ni ഫാക്ടോറിയൽ എന്നുള്ള ടേം കൂടി വരുന്നത്. ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ നമ്മൾ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് മൈക്രോസ്റ്റേറ്റ് അസോസിയേറ്റഡ് വിത്ത് പെർട്ടിക്കുലർ ഡിസ്ട്രിബ്യൂഷൻ സെറ്റ് എന്ന് പറയുന്നത് എഴുതി. ഇനി ബോസ്-ഐൻസ്റ്റീൻ ഡിസ്ട്രിബ്യൂഷൻ കേസിൽ അതിന്റെ എക്സ്പ്രഷൻ ഇതാണ് വരുന്നത്. അതുപോലെ ഫെർമി ഡിറാക്കിന്റെ എക്സ്പ്രഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, 2 പാർട്ടിക്കിളിന്റെ കേസ് എടുത്തിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫെർമി ഡിറാക്കിന്റെ കേസിൽ ഇത് കൂടി ശ്രദ്ധിക്കുക, Ni നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഫിൽഡ് ആയിരിക്കും, GI മൈനസ് Ni, ഇവിടെ Ni ഇവിടെ ഉണ്ട്, അത് unfilled ആയിരിക്കും. Okay, now there is no Gibbs correction factor needed in the case of Bose-Einstein distribution or Fermi-Dirac.
വോസൈൻസിന്റെ കേസിലും ഫെർമി-ഡിറാക്കിന്റെ കേസിലും നമ്മൾ ഗിബ്സ് കറക്ഷൻ ഫാക്ടറിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്യുന്നില്ല. അതിന് റീസൺ എന്ന് പറയുന്നത് അവിടെ പാർട്ടിക്കിൾസ് ഓൾറെഡി ഇൻഡിസ്റ്റിങ്വിഷബിൾ ആയിട്ടാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഗിബ്സ് കറക്ഷൻ ഫാക്ടറിന്റെ ആവശ്യമില്ല. ഇനി ടോട്ടൽ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കുക? ടോട്ടൽ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ് ഒമേഗ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള എല്ലാ പോസിബിൾ ഡിസ്ട്രിബ്യൂഷൻ സെറ്റിന്റെയും നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് മൈക്രോസ്റ്റേറ്റ്സ് എത്രയാണെന്ന് വെച്ചാൽ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എല്ലാ ഡിസ്ട്രിബ്യൂഷൻ സെറ്റിന്റെയും കൂടി സം ചെയ്യുന്ന സമയത്താണ് we get the total number of microstates കിട്ടും. Okay, total number of microstates. Now total number of microstates കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തെർമോഡൈനാമിക്സ് പഠിക്കാം by calculating the entropy. Entropy ആണ് ഈ total number of microstatesനെ ഒരു മാക്രോസ്കോപ്പിക് വേരിയബിൾ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ബോൾട്സ്മാൻ എൻട്രോപ്പി റിലേഷൻ വെച്ചിട്ട് S is equal to K ln of omega എന്ന് പറഞ്ഞിട്ട് എഴുതാം. K ln of omega എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് ആണ്. അത് ഈ തരത്തിൽ, അതായത് ഈ പ്രൈംഡ് സമ്മേഷൻ പറയുന്നത് സം ഓവർ ഓൾ ദ ഡിസ്ട്രിബ്യൂഷൻ സെറ്റ് ആണ്. എത്ര ഡിസ്ട്രിബ്യൂഷൻ സെറ്റ് പോസിബിൾ ആണോ അത്രയും ഡിസ്ട്രിബ്യൂഷൻ സെറ്റിലുള്ള നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് മൈക്രോസ്റ്റേറ്റ്സ് സം ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ഈ തരത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ ഡിസ്ട്രിബ്യൂഷൻ സെറ്റിന്റെയും കൂടി കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹെക്ടിക് പ്രോസസ് ആണ്. അപ്പൊ നമുക്ക് അവിടെ ഒരു സിംപ്ലിഫിക്കേഷൻ കൊണ്ടുവരാം. എന്താണ്? ലോഗരിതം ഓഫ് സം, അതായത് ഇവിടെ ഒരു ലോഗരിതം ഉണ്ട്, ഒരു സമ്മേഷൻ ഓഫ് എ ക്വാണ്ടിറ്റി ഉണ്ട്. ഇതിനെ നമുക്ക് റീപ്ലേസ് ചെയ്തിട്ട് ലോഗരിതം ഓഫ് ലാർജസ്റ്റ് ടേം ഇൻ ദ സം ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യും. അതായത് ഈ ടേമിൽ ഇതിലിപ്പോൾ ഒരുപാട് ഡിസ്ട്രിബ്യൂഷൻ സെറ്റ് വരും. അതിൽ ലാർജസ്റ്റ് ടേമിന് നമുക്ക് അതിന്റെ ലോഗരിതമായിട്ട് നമുക്ക് ഇതിനെ അപ്രോക്സിമേറ്റ് ചെയ്യാം. കാരണം നമ്മൾ നേരത്തെ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ് വെച്ചിട്ട് ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഡിസ്ട്രിബ്യൂഷൻ സെറ്റ് വേഴ്സസ് ദ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്. അപ്പോൾ ഓരോ ഡിസ്ട്രിബ്യൂഷൻ സെറ്റിന്റെയും അപ്പോൾ നമുക്ക് നമ്മളൊരു ഡെൽറ്റ ഫംഗ്ഷൻ പോലത്തെ ഒരു ഗ്രാഫാണ് കിട്ടിയത്. ഒരു പെർട്ടിക്കുലർ ഡിസ്ട്രിബ്യൂഷൻ സെറ്റിന് മാക്സിമം നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ് ഉണ്ടായിരിക്കും. അതിന് അക്രോസ് രണ്ട് സൈഡിലേക്കായിട്ട് പല ഡിസ്ട്രിബ്യൂഷൻ സെറ്റ് ഉണ്ടായിരിക്കും. പക്ഷെ അതിന്റെ വാല്യൂസ് ഒക്കെ കുറവായിരിക്കും. എന്നിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞത്? വെൻ ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ദ സിസ്റ്റം ഈസ് വെരി ലാർജ് ഓഫ് ദ ഓർഡർ ഓഫ് അവഗാഡ്രോ നമ്പർ, ഇറ്റ് ആക്ട്സ് ലൈക്ക് എ പെർഫെക്റ്റ് ഡെൽറ്റ ഫംഗ്ഷൻ ആയിട്ട് ആക്ട് ചെയ്യും. അതായത് മോസ്റ്റ് പ്രോബബിൾ ഡിസ്ട്രിബ്യൂഷൻ സെറ്റിന് മാക്സിമം നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ് ആയിരിക്കും. അതിന് രണ്ട് സൈഡിലേക്കുള്ള ഡിസ്ട്രിബ്യൂഷൻ സെറ്റിലേക്ക് അതിന്റെ നമ്പർ ഓഫ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് വളരെ കുറവായിരിക്കും. അപ്പം ഇതാണ് ഈ ഒരു അപ്രോക്സിമേഷൻ എടുക്കാനുള്ള കാരണം. അതായത് ഒരു പെർട്ടിക്കുലർ ഡിസ്ട്രിബ്യൂഷൻ സെറ്റ്, അപ്പൊ ഈ പെർട്ടിക്കുലർ ഡിസ്ട്രിബ്യൂഷൻ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ സെറ്റ് ദാറ്റ് മാക്സിമൈസസ് ദ നമ്പർ ഈ W സെറ്റ് Ni, ഈ നമ്പറിനെ മാക്സിമൈസ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ സെറ്റ് എടുക്കണം. അതിനെ നമ്മൾ മോസ്റ്റ് പ്രോബബിൾ ഡിസ്ട്രിബ്യൂഷൻ സെറ്റ് എന്ന് പറയും. ഓക്കെ, സെറ്റ് Ni സ്റ്റാർ, മോസ്റ്റ് പ്രോബബിൾ ഡിസ്ട്രിബ്യൂഷൻ സെറ്റ്. അതായത് നമ്മൾ പറഞ്ഞു, വെൻ ദ സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം, ദർ ഇസ് എ equilibrium state of the system has a largest possible microstate in the system. Okay, അപ്പോൾ ആ ഒരു അപ്രോക്സിമേഷനിലാണ് നമ്മൾ S is equal to K ln of omega എന്ന് പറഞ്ഞിട്ട് K ln of W of set Ni star. ഇത് എന്നാൽ മോസ്റ്റ് പ്രോബബിൾ ഡിസ്ട്രിബ്യൂഷൻ സെറ്റ് ദാറ്റ് മാക്സിമൈസസ് ദ നമ്പർ W Ni, set Ni. ഓക്കെ, Now, എങ്ങനെയാണ് സെറ്റ് മാക്സിമൈസ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഓക്കെ, ഈ മാക്സിമൈസ് ചെയ്യുന്നത് നമ്മൾ ബൈ ദ മെത്തേഡ് ഓഫ് ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ വെച്ചിട്ടാണ്. സബ്ജക്ട് ടു ദ കണ്ടീഷൻസ്. നമ്മൾക്ക് ഉണ്ടാവുന്ന കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് സമ്മേഷൻ ഓവർ Ni എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് തരണം. അതുപോലെ സമ്മേഷൻ ഓവർ Ni എപ്സിലോൺ i എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് എനർജി തരണം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഈ ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ ആൽഫ ആൻഡ് ബീറ്റ എന്ന് പറഞ്ഞാൽ ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ ഇതിരിക്കുന്ന കോഎഫിഷ്യൻസ് ആണ്. അതിൽ നമ്മൾ എടുക്കുന്നത് Ni വേരി ചെയ്തിട്ട് ഇതിനെ മാക്സിമൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഡെൽറ്റ ഓഫ് ln ഓഫ് ഈ ഒരു നമ്പറിനെയാണ് നമ്മൾ ലോഗ് W ഓഫ് സെറ്റ് Ni എന്നുള്ള നമ്പറിനെയാണ് നമ്മൾ മാക്സിമൈസ് ചെയ്യുന്നത്.
അപ്പോൾ അതിൻ്റെ ഡെൽറ്റ വേരിയേഷൻ എടുത്തു. എന്നിട്ട് രണ്ട് കോഎഫിഷ്യൻസ് ആൽഫ ആൻഡ് ബീറ്റ എടുത്തിട്ട് ഈ ഒരു കണ്ടീഷൻസ് അതിന് സബ്ട്രാക്ട് ചെയ്തു. അതായത് എൻ ഐ വേരിയബിൾ ആണ് ഇവിടെ, ഡെൽറ്റ എൻ ഐ എന്ന് കൊടുത്തു. ബീറ്റ എപ്സിലോൺ ഡെൽറ്റ എൻ ഐ. ഓക്കെ, അപ്പോൾ ഇവിടെ വേരിയേഷൻ കൊടുക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു ഡെൽറ്റ എൻ ഐ ആണ്. അപ്പോൾ ഇതാണ് എന്താ ഈ മാക്സിമൈസ് ചെയ്യാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി എൽ എൻ ഓഫ് ഒമേഗ ഐ എന്താണെന്ന് നോക്കാം ഡിഫറെൻറ്റ് കേസസിൽ. ഇനി മാക്സ്വെൽ ബോൾസ്മാൻ കേസസിൽ എൽ എൻ ഓഫ് ഒമേഗ ഐ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള എക്സ്പ്രഷൻ ആണ് ജി ഐ റേസ് ടു എൻ ഐ ബൈ എൻ ഐ ഫാക്ടോറിയൽ. അപ്പോൾ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ലോഗരിതം എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇത് പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗരിതം എടുക്കുകയാണെങ്കിൽ സം ആയിട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ സമ്മേഷൻ ഓവർ എൻ ഐ പൈ ഐ എന്നുള്ളത് സമ്മേഷൻ ഓവർ എൻ ഐ ആയി. എന്നിട്ട് ഇതിൻ്റെ ലോഗ് എടുക്കുകയാണ് എൻ ഐ ലോഗ് ജി ഐ ഫാക്ടോറിയൽ മൈനസ് ലോഗ് എൻ ഐ ഫാക്ടോറിയൽ. ഇവിടെ നമ്മൾ സ്റ്റെർലിംഗ്സ് അപ്രോക്സിമേഷൻ ഉപയോഗിക്കുക. ഇപ്പോൾ എൻ ഐ ലോഗ് എൻ ഐ മൈനസ് എൻ വരും. ഇവിടുത്തെ ഒരു മൈനസ് എൻ വെച്ചിട്ട് ഇത് പ്ലസ് ആയി. അപ്പോൾ ലോഗ് ഓഫ് ഡബ്ല്യു ഓഫ് മാക്സ്വെൽ ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു ഇവിടെ എൻ ഐ കോമൺ ആയിട്ട് എടുക്കുക, ലോഗ് ജി ഐ ബൈ എൻ ഐ പ്ലസ് എൻ ഐ എന്ന് വരും. ഓക്കെ, ഇനി സെയിം കാൽക്കുലേഷൻ ബോസ്-ഐൻസ്റ്റൈൻ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ചെയ്യാം. ലോഗ് ഓഫ് ഡബ്ല്യു ഓഫ് എൻ ഐ എന്ന് കൊടുക്കാം. അവിടെ ഡബ്ല്യു ഓഫ് എൻ ഐയുടെ എക്സ്പ്രഷൻ കൊടുത്തു. ഈ പൈ ഐ എന്നുള്ളത് സമ്മായി എൻ ഐ പ്ലസ് ജി ഐ മൈനസ് 1 ഫാക്ടോറിയൽ മൈനസ് എൻ ലോഗ് എൻ ഫാക്ടോറിയൽ മൈനസ് ലോഗ് ജി ഐ മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് വരും. ഇനി ജി ഐയും എൻ ഐയും ഒക്കെ വെരി ലാർജ് ആണ് കമ്പയർഡ് ടു 1. അപ്പം നമുക്ക് ഈ 1നെ നമുക്ക് ഒഴിവാക്കാം. ഒഴിവാക്കിയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? So we can write down there is a summation going on here. Ni plus gi ഈ 1 ഒഴിവാക്കി because ni യും gi ഒക്കെ വെരി ലാർജ് ആണ് കമ്പയർഡ് ടു 1. ഇവിടെയും 1 ഒഴിവാക്കി ni പ്ലസ് gi. ഇവിടെ ni ഫാക്ടോറിയലിന് നമുക്ക് സ്റ്റെർലിംഗ്സ് അപ്രോക്സിമേഷൻ കൊടുക്കുക. അപ്പോൾ മൈനസ് ni ലോഗ് ni മൈനസ് പ്ലസ് n എന്ന് വരും. അത് ഈ ഇവിടെയുള്ള n ആയിട്ട് ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, ഇവിടെ 1 ക്യാൻസൽ ചെയ്യുക, ഇവിടെ 1 ക്യാൻസൽ ചെയ്യുക, ജി ഐ ലോഗ് ജി ഐ എന്ന് വരും. ഓക്കെ, സോ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സമ്മേഷൻ ഓവർ ഐ എൻ ഐ ലോഗ് 1 പ്ലസ് ജി ഐ ബൈ എൻ ഐ പ്ലസ് ജി ഐ ലോഗ് 1 പ്ലസ് എൻ ഐ ബൈ ജി ഐ എന്നുള്ള എക്സ്പ്രഷനാണ് വരും ഫോർ ബോസ്-ഐൻസ്റ്റൈൻ ഡിസ്ട്രിബ്യൂഷൻ. ഇനി ഫെർമി ഡിറാക് കേസിൽ സെയിം കാൽക്കുലേഷൻ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാം. പക്ഷേ എക്സ്പ്രഷൻ ഫെർമി ഡിറാക്കിൻ്റെ എക്സ്പ്രഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ഈ തരത്തിൽ നിങ്ങൾക്കൊരു എക്സ്പ്രഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഇത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് കിട്ടിയിരിക്കുന്ന എക്സ്പ്രഷൻസിനെ നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് എഴുതാം ബൈ ഇൻട്രൊഡ്യൂസിങ് എ പാരാമീറ്റർ എ. ഓക്കെ, ലോഗ് ഡബ്ല്യു സെറ്റ് എൻ ഐ എന്ന് പറയുന്നത് ഈ തരത്തിൽ നമുക്ക് മാറ്റി എഴുതാം. എ എന്ന് പറയുന്നത് മാക്സ്വെൽ ബോൾസ്മാന് 0 ആണ്, ബോസ്-ഐൻസ്റ്റൈൻ ഡിസ്ട്രിബ്യൂഷന് -1 ആണ്, ഫെർമി ഡിറാക്കിന് ഇത് +1 ആണ്. ഓക്കെ, അപ്പോൾ ഇത് എക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇത് മാക്സ്വെൽ ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷനിലേക്ക് മാറുന്നു എന്ന് ചെയ്യാൻ എളുപ്പമാണ്. ഈ ടേം ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ നമുക്ക് അപ്പോൾ മാക്സ്വെൽ ബോൾസ്മാനിൽ എന്താണ് നമുക്കുള്ളത്? എൻ ഐ ലോഗ് ജി ഐ ബൈ എൻ ഐ പ്ലസ് എൻ ഐ. അപ്പോൾ ഫസ്റ്റ് ടേം നമുക്ക് ഓൾറെഡി കിട്ടി. ഇവിടെ ഒരു മൈനസ് എ ഉള്ളത് എ 0 ആയിട്ട് പോയി. പ്ലസ് എൻ ഐ എങ്ങനെ കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്കൻഡ് ടേമിൽ കുറച്ച് ട്രിക്കിയാണ്. സെക്കൻഡ് ടേമിൽ നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ എക്സ്പാൻഡ് ചെയ്യണം. ലോഗ് 1 മൈനസ് എക്സ് എന്നുള്ള എക്സ്പാൻഷൻ ഉപയോഗിക്കുക. എന്നിട്ട് ഹയർ ഓർഡർ ടേംസ് എക്സ് വളരെ ചെറുതാണെങ്കിൽ ഹയർ ഓർഡർ ടേംസ് നെഗ്ലക്ട് ചെയ്ത് എക്സ് മാത്രം എടുക്കുക. അപ്പോൾ അത് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് എൻ ഐ എന്നുള്ള പ്ലസ് എൻ ഐ എന്നുള്ള ടേം കൂടി കിട്ടും ഫോർ ദി മാക്സ്വെൽ ബോൾസ്. അതുപോലെ ഓരോ ഡിസ്ട്രിബ്യൂഷനും എ മൈനസ് 1 കൊടുത്തു കഴിഞ്ഞാൽ ഇത് ബോസ്-ഐൻസ്റ്റൈൻ ഡിസ്ട്രിബ്യൂഷൻ ആവും. എ +1 കൊടുത്തു കഴിഞ്ഞാൽ അത് ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേം ആയിട്ട് മാറും. അപ്പോൾ ഇത് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ലോഗ് ഓഫ് ഡബ്ല്യു ഓഫ് എൻ ഐ കിട്ടി. ഇനി അത് മാക്സിമൈസ് ചെയ്യണം. മാക്സിമൈസ് ചെയ്യാനുള്ള കണ്ടീഷൻ നമ്മൾ നേരത്തെ എഴുതി, അതൊന്നുകൂടി ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ജി ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്, എൻ ഐ ആണ് വേരിയബിൾ, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഓക്കെ,
അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ലോഗ് ഓഫ് അതിൻ്റെ എക്സ്പ്രഷൻ ഇവിടെ കൊടുത്തു ലോഗ് ഓഫ് ജി ഐ ബൈ എൻ ഐ മൈനസ് എ ഡെൽറ്റ എൻ ഐ എന്ന് കൊടുത്തു മൈനസ് അപ്പോൾ ഇവിടെ നമ്മൾ ഡെൽറ്റ വേരിയേഷൻ എടുക്കുന്ന സമയത്ത് ഇവിടെ ഡെൽറ്റ എൻ ഐ വേരിയിങ് ആണ്, പക്ഷെ ഇത് കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് ഈ ടേം പോകും. ഓക്കെ, ഈ ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ടേമിൻ്റെ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, വിത്ത് ഡെൽറ്റ എൻ ഐ. ഇനി ആൽഫ ഡെൽറ്റ ഇത് ഓൾറെഡി നമ്മുടെ കണ്ടീഷനിൽ ഉള്ളതാണ്, ബീറ്റ ഡെൽറ്റ. സോ ദിസ് ഈക്വൽ ടു 0 വെൻ എൻ ഐ ഈക്വൽ ടു എൻ ഐ സ്റ്റാർ. എൻ ഐ ഒരു മോസ്റ്റ് പ്രോബബിൾ ഡിസ്ട്രിബ്യൂഷൻ സെറ്റിന് ഇത് 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഡെൽറ്റ എൻ ഐ എല്ലാത്തിനും കോമൺ ആയിട്ട് എടുക്കാം. ഇതിലൊക്കെ ഡെൽറ്റ എൻ ഐ ഉണ്ട്. ഇപ്പോൾ ഡെൽറ്റ എൻ ഐ എന്ന് പറഞ്ഞാൽ ആർബിട്രറി ആണ്, അതുകൊണ്ട് തന്നെ ഈ ബ്രാക്കറ്റഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കണം. അപ്പോൾ ദാറ്റ് ഈസ് ഗിവൺ ബൈ ഈ ബ്രാക്കറ്റിലുള്ള ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ലോഗ് ജി ഐ ബൈ എൻ ഐ മൈനസ് എ minus alpha minus beta epsilon equal to 0 for ni equal to ni star. Most probable distributions, most probable number of particles ഇത് 0 ആയിരിക്കും. അത് വെച്ചിട്ട് നമുക്ക് ഇതിനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയി ഈ ടേമിന്, എന്നിട്ട് എക്സ്പൊണൻഷ്യൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ജി ഐ ബൈ എൻ ഐ സ്റ്റാർ മൈനസ് എ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു ആൽഫ പ്ലസ് ബീറ്റ എപ്സിലോൺ ഐ എന്ന് കിട്ടും. നൗ ഇത് വെച്ചിട്ട് നമുക്ക് ഇത്തരത്തിലൊരു എക്സ്പ്രഷൻ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം. ഓക്കെ, so this gives you the most probable number of particles per energy level in the ith cell. Okay, ഇവിടെ നമുക്ക് ഓരോ ഡിസ്ട്രിബ്യൂഷൻ സെറ്റിന്റെ എക്സ്പ്രഷൻ കിട്ടണമെങ്കിൽ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യാം ഫോർ ദ പാരാമീറ്റർ എ. Now you can calculate the entropy because you know the total number of microstate associated with the system. ഇനി എൻട്രോപ്പി കാൽക്കുലേറ്റ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ലോഗ് ഓഫ് ഡബ്ല്യു എൻ ഐ സ്റ്റാർ, അതായത് ഈ എക്സ്പ്രഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, പക്ഷേ ഇൻ പ്ലേസ് ഓഫ് എൻ ഐ വി ഹാവ് ടു യൂസ് എൻ ഐ സ്റ്റാർ. ഓക്കെ, അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ നമുക്കൊരു ഫൈനൽ എക്സ്പ്രഷനിലേക്ക് എത്തും. ഇത് നിങ്ങൾക്ക് ഈസിലി ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ പ്രത്യേകിച്ച് ട്രിക്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, അതിൻ്റെ ആൾജിബ്രിക് സിംപ്ലിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. എൻട്രോപ്പിക്ക് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എക്സ്പ്രഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, നൗ ഈ ഒരു എക്സ്പ്രഷനിൽ നിന്നും നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ബിക്കോസ് ഇവിടെ സമ്മേഷൻ എൻ ഐ ആൽഫ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് എന്താണ് സമ്മേഷൻ ആൽഫ എൻ ഐ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ എൻ ആണ്. കാര്യം ഇത് മോസ്റ്റ് പ്രോബബിൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ദ ith സെല്ലാണ്. അത് എല്ലാ സെല്ലിനെയും കൂടി സം ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ആൽഫ കോൺസ്റ്റന്റ് ആണ്, ഇവിടെ ബീറ്റ കോൺസ്റ്റന്റ് ആണ്. എപ്സിലോൺ ഐ എൻ ഐ സ്റ്റാർ സം ചെയ്ത് കഴിഞ്ഞാൽ ബീറ്റ ടോട്ടൽ എനർജി കിട്ടും. അപ്പോൾ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഈ ഒരു ആൽഫ എൻ ഐ സ്റ്റാറും ബീറ്റ എപ്സിലോൺ ഐ എൻ ഐ സ്റ്റാർ ഈ ഒരു രണ്ട് ടേം ഈ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ആൽഫ എൻ മൈനസ് ബീറ്റ ഇ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ടേമാണ്, ഈ ഒരു ടേമാണ് റൈറ്റ് ഹാൻഡ് സൈഡിലുണ്ടാവും. അത് വെച്ചിട്ട് എസ് ബൈ കെ ആൽഫ എന്ന് പറഞ്ഞാൽ മൈനസ് മ്യൂ ബൈ കെ ടി ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ മ്യൂ എൻ ബൈ കെ ടി മൈനസ് ഇ ബൈ ബീറ്റ എന്ന് പറഞ്ഞാൽ 1 ബൈ കെ ടി ആണ്. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് ഇത് കെ ടി കോമൺ ആയിട്ട് എഴുതാം. ടി എസ് പ്ലസ് മ്യൂ എൻ മൈനസ് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി വി ആണ്. അപ്പോൾ പി വി ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ പി വി ഉണ്ട്. പി വി ഈക്വൽ ടു 1 ബൈ എ പുറത്തെടുത്ത് എഴുതി. ബാക്കിയുള്ള ടേംസ് ഈ തരത്തിൽ നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ പി വി ബൈ കെ ടി ഈക്വൽ ടു ഈ ഒരു ഇത്തരത്തിലൊരു ജനറൽ എക്സ്പ്രഷൻ നമുക്ക് ഡിറൈവ് ചെയ്യും. ഇനി മാക്സ്വെൽ ബോൾട്സ്മാൻ കേസിൽ പി വി ബൈ കെ ടി എന്ന് പറഞ്ഞാൽ എൻ ആണ്, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്, ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. അത് കിട്ടുന്നുണ്ടോ നോക്കാം. അപ്പോൾ അത് എ ടെൻസ് ടു 0 എന്ന് കൊടുക്കാം. അപ്പോൾ എ ടെൻസ് ടു 0 എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ലോഗ് 1 പ്ലസ് എക്സ് എക്സ്പാൻഡ് ചെയ്യാം. അതിൽ ഫസ്റ്റ് ടേം എക്സ് മാത്രം എടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യുന്ന സമയത്ത് പി വി ബൈ കെ ടി എന്ന് പറയുന്നത് ജി ഐ ലോഗ് 1 പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു ടേം ആണ് വരിക, എ ഇ റേസ് ടു മൈനസ് ആൽഫ മൈനസ് ബീറ്റ എപ്സിലോൺ ആയി. ഓക്കെ, ഇത് ചെയ്യുന്ന സമയത്ത് ഇത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ജി ഐ ബൈ എൻ ഐ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഇതാണ്. അതിൽ നിന്നും ജി ഐ ഈ ഒരു ടേം എന്ന് പറയുന്നത് എൻ ഐ സ്റ്റാർ ആണ്. സമ്മേഷൻ ഓവർ എൻ ഐ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ആണ്. അതിൽ നിന്ന് പി വി ഈക്വൽ ടു എൻ കെ ടി അല്ലെങ്കിൽ പി വി ഈക്വൽ ടു ആർ ടി ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യും. ഫോർ ക്ലാസിക്കൽ കേസിന് നമുക്ക് ഇത് കറക്റ്റ് റിസൾട്ട് തരുന്നുണ്ട് എന്ന് നമ്മൾ ലിമിറ്റിംഗ് കേസായിട്ട് നമുക്കിത് പ്രൂവ് ചെയ്യാനും
പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരു ഐഡിയൽ ഗ്യാസിന് മൈക്രോ കനോണിക്കൽ എൻസെമ്പിളിൽ എങ്ങനെയാണ് അതിൻ്റെ തെർമോഡൈനാമിക്സ് പഠിക്കാം, അല്ലെങ്കിൽ തെർമോഡൈനാമിക്സിൽ എങ്ങനെ കണക്ട് ചെയ്യാം ഫ്രം ദി മൈക്രോസ്കോപ്പിക് പിക്ചർ എന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. ടോട്ടൽ നമ്പർ ഓഫ് മൈക്രോഷീറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് പറഞ്ഞു, അതിൻ്റെ വിവിധ അപ്രോക്സിമേഷൻസ് പറഞ്ഞു. അത് വെച്ചിട്ട് എൻട്രോപ്പി കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ PV/kT എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റിക്ക് ഒരു ജനറൽ എക്സ്പ്രഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. ഈ 3 ഡിസ്ട്രിബ്യൂഷനും മാക്സ്വെൽ ബോൾട്സ്മാൻ, അതുപോലെ തന്നെ ബോസ്-ഐൻസ്റ്റീൻ, അതുപോലെ ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സിൽ വാലിഡ് ആവുന്ന ഒരു ജനറൽ എക്സ്പ്രഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. Hope you understood the video. Thank you.